വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ സത്യത്തിൽ നായകൻ മോഹൻലാൽ ആണോ? സോഷ്യൽ മീഡിയ ചർച്ചകൾ കണ്ടാൽ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെയാണ് തോന്നുക. പോസ്റ്ററും ടീസറും കഴിഞ്ഞ് ഒടുവിൽ പാട്ടിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ കമ്പാരിസൺ. മോഹൻലാലും പ്രണവും തമ്മിലുള്ള സാമ്യത തന്നെയാണ് ഇത്തവണയും ചർച്ചാ വിഷയം. അമൃത രാംനാഥിന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മധുപകരു താരാഗി എന്ന് തുടങ്ങുന്ന ഗാനം ഒരു ഗസൽ ശൈലിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാട്ടിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ പ്രണവ് തന്നെയാണ്. പാട്ട് പുറത്തെത്തിയതും ഭൂരിഭാഗത്തിനും ലാലേട്ടന്റെ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ തൂബടി മാഷ അബ്ദുള്ള എന്ന ഗാനമാണ് ഓർമ്മ വന്നത്. ഈ പാട്ടിലെ മോഹൻലാലിന്റെ എക്സ്പ്രഷനും അതുപോലെ ലിപ് മൂവ്മെന്റുമെല്ലാം കൃത്യമായി പ്രണവിനുണ്ടെന്നും റെഫറൻസ് ആക്കിയത് ഈ ഗാനമാണെന്നുമാണ് ഒരു കൂട്ടർ പറയുന്നത്. തൊട്ടു പിന്നാലെ 2 ഗാനങ്ങൾ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും തലയുയർത്തി. ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തിയപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഭൂരിഭാഗത്തിനും പ്രണവിന്റെ വിന്റേജ് ലുക്ക് കണ്ടതും പഴയ മോഹൻലാലിനെയാണ് ഓർമ്മ വന്നത്. ടീസറിലെ നടന്റെ ലുക്കിലും ഡയലോഗ് ഡെലിവറിയിലുമെല്ലാം ഒരു മോഹൻലാൽ മാനറിസങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഇക്കൂട്ടർ അന്ന് പറഞ്ഞത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ടീസറിൽ പ്രണവ് കള്ളുകുടിക്കുന്ന ഒരു സീനാണ്. 1998 കമൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശ്രീനിവാസൻ, പ്രിയദർശിനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ അയാൾ കഥയെഴുതുകയാണെന്ന ചിത്രത്തിലെ സാഗർ കോട്ടപ്പുറം കള്ളുകുടിക്കുന്ന സീനും വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രണവ് കള്ളുകുടിക്കുന്ന സീനും തമ്മിൽ കാര്യമായ സാമ്യമുണ്ട് എന്നതാണ്. ഒരു പൈങ്കിളി നോവൽ എഴുത്തുകാരനായാണ് മോഹൻലാൽ അന്ന് ചിത്രത്തിലെത്തിയത്. ആ ഒരു പൈങ്കിളി ഫീൽ പ്രണവിലും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നവരും നിരവധിയായിരുന്നു. പോസ്റ്ററിലും ടീസറിലും പാട്ടിലുമൊക്കെ പ്രണവിന് ലാലേട്ടൻ മാനറിസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസൻ മനഃപൂർവ്വം നൽകിയതാണ് ഇവയെല്ലാം എന്ന സംശയം ആരാധകർക്കുണ്ട്. ചിത്രത്തിൽ ലാലേട്ടൻ വരുന്നുണ്ടോ എന്ന സംശയം ഉൾപ്പെടെ ആരാധകരിൽ ഇവ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ പ്രണവിന്റെ തോള് ചെരിക്കലും ചിരിയും മീശപിരിയും ഗ്ലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്ന രീതിയും ചെരിഞ്ഞുള്ള കിടത്തത്തിൽ പോലും എവിടെയൊക്കെയോ ഒരു ചെറുപ്പക്കാരൻ മോഹൻലാൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അച്ഛന്റെ മാനറിസങ്ങൾ മകന് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി തുടങ്ങി വലിയ താരനിര ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നതും രണ്ടാമതായി വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനുള്ള ആത്മവിശ്വാസവുമാണ് പ്രേക്ഷകരിൽ ഇത്രമാത്രം ആവേശമുണ്ടാക്കിയിരിക്കുന്നത്. ഈ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ടാണ് പോസ്റ്ററും ടീസറും പാട്ടുമെല്ലാം പുറത്തെത്തുന്നത്. റിലീസിന് മുൻപേ അച്ഛൻ മകൻ കമ്പാരിസൺ ഉടലെടുത്ത സ്ഥിതിക്ക് റിലീസിലെത്തിയാൽ ബാക്കി അവസ്ഥ എന്തായിരിക്കും? എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.